കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ ഒരു തലമുറയുടെ മാരാമൺ ഓർമ്മകൾ. പിന്നാമ്പുറങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തെന്നിമാറുമ്പോഴും നമ്മെ ഒരിക്കലൂടെ ആ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ചില ഓർമ്മ പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ ചിലർ തുറന്നു വെക്കുന്നു. മാരാമൺ ഡയറീസ്, മാർത്തോമ വിഷനിലൂടെ. മാർത്തോമ വിഷൻ്റെ മാരാമൺ കൺവെൻഷൻ കോഫി ടോക്ക് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. തിരുമേനിയുമായിട്ട് നമുക്ക് അല്പനേരം സംസാരിക്കാം. മാരാമൺ കൺവെൻഷനിലെ തിരുമേനിയുടെ ഒരു അനുഭവം, ചെറുപ്പകാലം തൊട്ട് കൺവെൻഷനിൽ വന്നതും ഇവിടെ നിന്ന് ലഭിച്ചതായ ആത്മീയ അനുഭവങ്ങളും തിരുമേനി നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഈ 130-ാം കൺവെൻഷൻ എൻ്റെ 60-ാമത്തെ കൺവെൻഷനാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ കൺവെൻഷനെ കുറിച്ച് പങ്കുവെക്കാൻ അതിയായ സന്തോഷമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുമുണ്ട്. ഞാനെൻ്റെ യുവജനസഖ്യാംഗങ്ങൾ ഒന്നിച്ചാണ് ആദ്യമായി കൺവെൻഷൻ വരുന്നത്. അന്ന് പ്രത്യേകം മാരാമൺ സ്പെഷ്യൽ ബസ്സുകൾ കോട്ടയത്ത് നിന്ന് വരാറുണ്ട്. അധികം ആളുകളൊന്നും അന്നില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ കൂട്ടത്തോടെ പൊതിയൊക്കെ കെട്ടിയാണ് വരുന്നത്. വന്ന് ഇവിടെയുള്ള ആറ്റിൻ്റെ കരയിലുള്ള സ്ഥലങ്ങളൊക്കെ ഇരുന്ന് പൊതി ഇടുക, പുതുതായി പുറത്തുനിന്ന് വരുന്ന സന്ദർശകരെ വിദേശികളൊക്കെ കാണുക, കേൾക്കുക, അതൊക്കെ ഒരു ഹരവും സന്തോഷവുമായിരുന്നു. ഒരു തീർത്ഥയാത്ര പോലെയാണ് എനിക്ക് അന്ന് തോന്നിയിരുന്നത്. മാരാമണ് പോകണം, പങ്കെടുക്കണം, അതിൽ ഭാഗഭാക്കാകണം, മണപ്പുറത്തിരിക്കണം എന്നൊക്കെ. പിന്നീട് ഒരു വൈദികനായപ്പോൾ എനിക്ക് കുറേ കൂടെ സന്തോഷമായി. ഞാൻ എൻ്റെ സഹോദരൻ E.J. ജോർജ് അച്ഛനും ഒന്നിച്ചാണ് മാരാമണ് പിന്നീട് വന്നുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ തുടങ്ങുമ്പോൾ മുതൽ അവസാനത്തെ ആളുകൾ മണപ്പുറത്ത് നിന്ന് പോകുന്നത് വരെയായിരുന്നു ഞങ്ങളുടെ സമയം. വൈദികനായി ക്ലർജി ഷെഡിൻ്റെയൊക്കെ ചുമതലയുണ്ടായിരുന്നപ്പോൾ അവിടെ മണപ്പുറത്ത് തന്നെ കിടന്നുറക്കം, നമ്മുടെ ഇല്ലന്തൂരെ കോശിയച്ഛൻ, ഇങ്ങനെയുള്ള പ്രഗത്ഭരും വന്യരുമായ വൈദിക ശ്രേഷ്ഠന്മാരും ഒന്നിച്ചുള്ള താമസം, ജീവിതം. അന്ന് മറ്റു സഭകളിലെ ആ വൈദികരും ക്ലർജി ഷെഡിൽ വന്ന് താമസിക്കായിരുന്നു. തൊഴിയൂര വൈദികർ, കൽദായ സഭയിലെ വൈദികർ, ഓർത്തഡോക്സ് സഭയിലെ വൈദികർ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. എന്നാലും സഹൃദയം അന്ന് മുതൽ എനിക്കത് അനുഭവിക്കാൻ സാധിച്ചു. അതുകൊണ്ട് മണപ്പുറത്ത് കിടന്ന് രാത്രി നക്ഷത്രവും ചന്ദ്രനെയും കാണുന്നത് വരെ സന്തോഷം. രാത്രിയിലെ യോഗം കഴിഞ്ഞ് ആറ്റിൽ കുളിക്കുക, കുറേ നേരം ചൂടുവെള്ളം പോലെ അന്നത്തെ വെള്ളം, അതൊക്കെ വളരെ കോരിത്തരിപ്പിക്കുന്ന അനുഭവവും സന്തോഷകരമായ കൂട്ടായ്മകളുമായിരുന്നു. കാരണം കൺവെൻഷനെക്കുറിച്ച് ഓർക്കുമ്പോൾ അന്ന് യുവാനൻ തിരുമേനി, മാത്യൂസ് തിരുമേനി ഇവരൊക്കെ കാണുക, അതിലൊക്കെ ഒരു സന്തോഷം. പിതാക്കന്മാരെ അടുത്ത് കാണുക, കൂടുതൽ ആളുകളെ, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരിക, ഇതെല്ലാം എപ്പോഴും മാരാമണ്ടെ നമ്മളെ ആകർഷിക്കുന്ന ഒരു ഘടകങ്ങളായിരുന്നു. തിരുമേനി E.J. ജോർജ് അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. E.J. ജോർജ് അച്ഛൻ്റെ ഒരു ആളാംപ്രതി സുവിശേഷകര മാരാമൺസിൻ്റെ ഏറ്റവും സജീവമായി. അതെ, ആളാംപ്രതി വേലയ്ക്ക് എൻ്റെ പഠിപ്പിച്ച ഓർത്തഡോക്സിലെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററെ കൂടെ അച്ഛൻ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു ആളാംപ്രതി വേലയ്ക്ക് വേണ്ടി. സന്നദ്ധരും അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നവർ. കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വൈദികനായിരുന്നപ്പോൾ ആളാംപ്രതി വേലക്കാരുടെ മീറ്റിങ്ങിൽ പോയി സംബന്ധിക്കുമായിരുന്നു. അവരെന്ത് ചെയ്തു, എന്തായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ അതെല്ലാം മാറിപ്പോയതുപോലെ തോന്നുന്നു. അങ്ങനെ അതിനുവേണ്ടി ഒരു താല്പര്യമോ പങ്കിടുന്നതിലുള്ള സന്തോഷമോ ഇല്ലാതിരിക്കുന്നു. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ്, അതിനു മുമ്പും സഖ്യത്തിന് വന്നപ്പോൾ വേദപുസ്തകം, സുവിശേഷ പ്രതികൾ, പുതിയ നിയമം എല്ലാം ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. ഒരാൾക്ക് കൊടുക്കുക, വചനം പങ്കിടുക, ആളുകളോട് സംസാരിക്കുക. ഞാൻ വൈദികനായിരുന്നപ്പോഴും മെത്രാനായിരിക്കുമ്പോഴും എന്നും ഞാൻ പന്തലിനകത്തൂടെ സഞ്ചരിക്കും. എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. എത്രയോ ആവശ്യങ്ങളുമായിട്ടാണ് ആളുകൾ വരുന്നത്. ഒരാളെ കാണാനും കണ്ടുമുട്ടാനും ആഗ്രഹിക്കാതെ ഒറ്റയാന്മാരായി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരിക്കൽ തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു അമ്മയെ ഞാൻ കണ്ടു. അവരുടെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല, ജോലിയില്ല, അതിനുവേണ്ടി കരയാൻ വന്നവരാണ്. പന്തലിൽ കയറുമ്പോൾ പലരും കുരിശ് വരച്ച് കയറുന്നത് ഞാൻ കണ്ടിരുന്നു. അവർക്കതൊരു ദേവാലയം പോലെയാണ്. ഇവിടെ വാസ്തവമായി ദൈവമുണ്ട് എന്ന് പറയുകയും വിശ്വസിക്കുകയും പ്രാർത്ഥനാ നിർഭരമായ ഒരു അനുഭവത്തിലാണ് അവരൊക്കെ വരുന്നത്. അവരൊക്കെ കാണുമ്പോഴും കണ്ടുമുട്ടുമ്പോഴും നമുക്ക് തന്നെ ഒരു ആത്മീയ പ്രചോദനമാണ്. സഭ അങ്ങനെ എല്ലാവരെയും ഓപ്പണല്ലേ, ഗേറ്റുകളില്ലാത്ത പന്തലല്ലേ, ആർക്കും വരാം.
പടിപടിയായിട്ടാണ് പന്തലിനെ പുഷ്ടിപ്പെടുത്തിയത്. നേരത്തെ ഒരു പൂക്കളൊന്നും അവിടെ വെക്കത്തില്ല, ചെടികൾ വെക്കത്തില്ല, കുപ്പിവെള്ളം കൊടുക്കത്തില്ലായിരുന്നു. ഇതെല്ലാം തെറ്റാണെന്നൊരു ധാരണയില്ലായിരുന്നു ഓരോ കാലത്തുണ്ട്. പിന്നെ അതുപോലെ വരുന്ന ആളുകൾക്ക് നാളത്തെ യോഗം ആരാണ് പ്രസംഗിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സംവിധാനം പൊടി ധാരാളം ഉള്ളപ്പോൾ ഒരു സ്പ്രിങ്ക്ലർ വെക്കാൻ വേണ്ടി സംഘത്തിന് കഴിയുന്നില്ല. മനസ്സിലല്ലേ? അങ്ങനെ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യാനും ആളുകളെ ആകർഷിക്കാനും ഇതിനകത്തൊന്നും പരസ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. വാസ്തവത്തിൽ മാരാമൻ കൺവെൻഷൻ അതിപ്പോൾ അതൊരു പരസ്യം കൊടുക്കുക, കൂടുതൽ പത്രങ്ങൾ വയ്ക്കുക, കൂടുതൽ ഫോട്ടോകൾ വരിക, ചെറിയ കാര്യങ്ങൾക്കൊക്കെ അമിത പ്രാധാന്യം കൊടുക്കുക, അതൊക്കെ വന്നിട്ട് കൺവെൻഷൻ്റെ സ്പിരിറ്റിനെ നഷ്ടപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നാറ്. മാരാമൻ കൺവെൻഷൻ ഗീതങ്ങളിൽ അഭിമന്യ തിരുമേനിയെ ഏറ്റവും അധികം സ്വാധീനിച്ച പാട്ട് ഏതാണ്? യേശുവിൻ സ്നേഹത്തിൻ ആഴം അളന്നിടാൻ പാപിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് തുടങ്ങുന്നൊരു പാട്ട്. അതെൻ്റെ മനസ്സിലെന്നും തുടി കൊട്ടിയിരുന്നു, താളം കൊട്ടിയിരുന്നു. ഒന്ന് എൻ്റെ പാട്ട്, എൻ്റെ താളം, ലയം, ആരോഹണ അവരോഹണ ക്രിയയിലുള്ള അതിൻ്റെ ഒരു പോക്ക്, അത് വളരെ ഞാൻ അറിയാതെ തന്നെ ഞാനത് ഹം ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ പാട്ട് വളരെ സന്തോഷമാണ്. ആ പാട്ടിൻ്റെ ഉടയവനെ കാണാൻ തന്നെ ഞാൻ ആഗ്രഹിക്കാം. എലന്തൂർ സ്വദേശി സോനു ജോണാണ് ആ പാട്ട് എഴുതിയത്. തിരുമേനി, നമ്മുടെ മാരാമൻഷനിലെ അടുത്ത കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ഭാഷാ സമ്മേളനം. രാത്രികാലങ്ങളിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സന്തോഷം, അതിന് തിരുമേനി ആരംഭിച്ചത്? അതെ, അത് എൻ്റെ ഒരു ആഗ്രഹവും സന്തോഷവും ആയിരുന്നു. അതായത് മീറ്റിംഗ് നടക്കുമ്പോഴെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ, സത്യാന്വേഷകർ വരാറുണ്ട്. അവരെല്ലാം ഈ പന്തലിന് ചുറ്റും നടക്കുന്നു. അവരെ കെയർ ചെയ്യാനോ കരുതാനോ ഓൺ ചെയ്യാനോ ആളില്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോഴുണ്ടായ ഒരു വലിയ താല്പര്യത്തിലാണ് സിനഡിനോടും മെത്രാപ്പൊലീത്തായോടും ഒക്കെ പറഞ്ഞ് സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ തീരുമാനിച്ച് ഇങ്ങനൊരു സമ്മേളനം ഉണ്ടാക്കി, അവർക്ക് വേണ്ടി ഒരു സമ്മേളനം. അപ്പോൾ അവർ വളരെ കൊതിയോടുകൂടെ വചനം കേൾക്കാനും സാക്ഷ്യപ്പെടുത്താനും സാക്ഷികളായി നിൽക്കാനും ഈ സമൂഹത്തിൽ ഞങ്ങളും ഈ വലിയ സഭയുടെ ഭാഗമാണെന്ന് പറയാനും അവരെ ഉദ്യോഗിപ്പിച്ച ഒരു വലിയ അനുഗ്രഹകരമായ ഒരു കൂട്ടായ്മയാണ്. ഇനി അതിനകത്ത് ഒറീസാക്കാരെ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരുടെ ആഗ്രഹം അവർക്കും വേണം. വളരെ പ്രതിസന്ധിയിലൂടെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതിനവരെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നത് കൂടിയാണ് ഈ സമ്മേളനം. ഈ ഒരു വർഷം ആരംഭിച്ചത് തന്നെ കുറ്റകൃത്യങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒട്ടേറെ വെല്ലുവിളികൾ ഈ കാലഘട്ടം അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികൾക്ക് മാരാമൻ കൺവെൻഷൻ നൽകുന്ന ഉത്തരം എന്താണ്? അത് എനിക്ക് വളരെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. വൈകുന്നേരമൊക്കെ ധാരാളം ആളുകൾ, യൗവനക്കാർ, തട്ടമിട്ടവർ, പൊട്ടു തൊട്ടവർ, ഇങ്ങനെ നാനാജാതി മതസ്ഥർ, മറ്റ് സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാം വളരെ കൊതിയോടുകൂടെ മാരാമണ്ണനെ കാണുന്നത് പോലെ എനിക്ക് തോന്നും. അവരുടെ വരവ് കാണുമ്പോൾ പ്രത്യേകിച്ച് കൊച്ചുമക്കൾ വളരെ താല്പര്യത്തോടുകൂടെ ഞാൻ എന്നും അവരോട് ചോദിക്കും, നാളെ വരുമോ? അപ്പോൾ അവർക്കതൊരു സന്തോഷമാണ്. അപ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും ഒരു സമൂഹം, സഭ ഉണ്ട് എന്ന് കാണുന്നത് സന്തോഷം. എന്നാൽ ഇവരെല്ലാം എന്തെല്ലാം ആഗ്രഹത്തോടു കൂടി ആയിരിക്കും വരുന്നത്. അവരുടെ ഒരു ടെൻഷൻ ഇറക്കി വെക്കാൻ അങ്ങനെ ഒരു സമ്മേളനമാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഒരു ചാപ്പൽ അവിടെ വേണമെന്ന് ആഗ്രഹിച്ചത്. നേരത്തെ ചാപ്പലും ഉണ്ടായിരുന്നാലും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ അതൊരു ചാപ്പലിൻ്റെ രൂപത്തിലും ഭാവത്തിലും നിർമ്മിച്ചപ്പോൾ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, തങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തോട് പങ്കുവയ്പ്പാൻ ഇവിടെ ഒരു അത്താണി എന്നും, ഇത് അനേകർക്ക് ആഗ്രഹവും ആവശ്യമുള്ളൊരു സമയമാണ്. പിരിമുറുക്കമുള്ളൊരു കാലം, സ്നേഹം കുറയുന്നൊരു കാലം, സുവിശേഷം ആരും പങ്കുവയ്ക്കുന്നില്ല. നമ്മുടെ ആളുകൾ ആളാമ്പ്രതി വേലയ്ക്ക് വളരെ കൂടി. എൻ്റെ ഒരു സ്വപ്നമാണ് 300 അച്ഛന്മാർ 10 പേരോട് ഒരു ദിവസം പറഞ്ഞാൽ മതി, കണ്ടമുട്ടിയാൽ മതി, വർത്താനം മാത്രം പറഞ്ഞാൽ മതി, അധികമായിട്ടൊന്നും വേണ്ടതാനും. എന്നാൽ ആ സ്പർശനവും ആ രീതിയും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കുറേ കൂടെ ഫലവത്താകാനും വന്നു ചേർന്നതിൽ ആളുകൾക്കൊരു സംതൃപ്തി ഉണ്ടാകാനും സാധിക്കും. അപ്പം വചനം സംസാരിക്കുന്നവർക്ക്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്ക്, ഇരുന്ന് കേൾക്കാൻ വരുന്നവർക്ക് എല്ലാം ഇവിടെ നിന്ന് എന്തോ ലഭിച്ച് മടങ്ങി പോകാൻ കഴിയും. അങ്ങനെ കഴിയാതിരിക്കുന്നു, നമ്മൾ അലംഭാവത്തോടുകൂടി കഴിയുന്നു. വൈദികരും ഉപദേശിമാരും ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. മെത്രാന്മാരും അങ്ങനെ നമുക്ക് ആളുകളുമായിട്ട് ഇങ്ങനൊരു പങ്കുവയ്ക്കാനൊരു ഇത് ഇടവേള ഒത്തിരി. ഇപ്പോൾ ധാരാളം മീറ്റിങ്ങുകൾ കൂടിക്കൂടി വരുന്നു. കൊച്ചു കൊച്ചു മീറ്റിങ്ങുകളെല്ലാം തടസ്സപ്പെടുത്തണം. മെയിൻ ടോക്ക് കഴിഞ്ഞ് ആളുകൾക്ക് സംസാരിക്കുകയാണ്. എബ്രഹാം മാർത്തമ്മ തിരുമേനി അനുവദിക്കില്ലായിരുന്നെന്നാണ് എൻ്റെ കേൾവി.
പ്രധാന പ്രസംഗം കഴിഞ്ഞ് മറ്റൊന്നിനോടും പറയില്ല. അപ്പോൾ ആളുകൾക്ക് ധാരാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബലപ്പെടാനും സ്നേഹിപ്പാനും ഉൾക്കൊള്ളാനും കഴിയുന്നു. എത്രയോ ആളുകളാണ് താല്പര്യത്തോടുകൂടെ പല രാജ്യങ്ങളിൽ നിന്ന് കൺവെൻഷന് വേണ്ടി വരുന്നത്. അവരെ എല്ലാവരെയും നാം മുതലാക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്ത, ആഗ്രഹം. തിരുമേനിയുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പ്രസംഗം, ഏറ്റവും ആകർഷിച്ചിട്ടുള്ള പ്രസംഗം ആരുടെയാണ്? മസ്ലാമണി അച്ഛൻ്റെ പ്രസംഗമാണ് എനിക്ക് അന്ന് വലിയ ഇഷ്ടം. അച്ഛൻ പറയുമായിരുന്നു, ഒരു പുഷ്പത്തിനകത്തൊരു വിത്തുണ്ട്, അതാണ് അതിൻ്റെ മിസ്റ്ററി. ആ വിത്തിന് ജീവനുണ്ട്, അത് നിലത്ത് വീഴുമ്പോൾ വളരും, അതൊരു വൃക്ഷമായിട്ട് തീരും, പിന്നെ ധാരാളം വിത്തുകളുണ്ടാവും. അങ്ങനെ ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെ മസ്ലാമണി അച്ഛൻ പറഞ്ഞത് നല്ല. C.E. എബ്രഹാം എന്ന ഒരു അച്ഛൻ സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി ആയിരുന്നു. കൃഷികാരനായിരുന്നു അദ്ദേഹം. എന്നാൽ പോലും അച്ഛൻ്റെ നല്ല സ്ഫുടവും സുന്ദരവുമായ ഭാഷണവുമാണ്. അതൊക്കെ എനിക്ക് വളരെ ആകർഷകമായിരുന്നു. ആ പീഠം, ആ സ്റ്റേജ് വളരെ പവിത്രമായ ഒന്ന് തന്നെയാണ്. ആളുകൾ അതുപോലെയാണ് അതിനെ കണക്കാക്കിയിരുന്നത്. പ്രാർത്ഥനാ നിർഭരമായ ഒരനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അനേകർ അവരുടെ ഭാരം ഇറക്കി വെക്കുന്ന ഒന്ന് പോലെ. എൻ്റെ ഓർമ്മയിൽ പ്രസംഗം കഴിഞ്ഞ് ധാരാളം ആളുകൾ വന്ന് തിരുമേനിമാരുമായിട്ട് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അന്ന് ആളുകൾ വരുന്നത് ഒരു സന്തോഷത്തോടുകൂടി. ഇന്ന് സ്റ്റേജിൽ വരുന്ന ആളുകളെല്ലാം പാടിപ്പിക്കുന്നത് മനസ്സിലായില്ലേ. ഒരു സ്തോത്രകാഴ്ച ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകളെ അടുപ്പിക്കില്ല, എല്ലാം കക്കാൻ വരുന്ന പോലെ ഒരു ഭാവത്തിലാണ് എല്ലാവരും ആട്ടിപ്പാടുന്നത്. മറ്റൊരങ്ങനെയല്ല, അതവിടെ കിടക്കട്ടെ. അതല്ല, ഈ ആളുകൾക്കെല്ലാം പങ്കുവയ്ക്കാനുള്ള ഒരാളും ഒരു ചുമട് താങ്ങിയും പോലെ ആ ആളുകളെ കാണാനും കേൾക്കാനും സാധിച്ചു. അതൊരു സന്തോഷകരമായ അനുഭവം. ഈ കാലഘട്ടം എന്ന് പറയുന്ന ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മനുഷ്യൻ ഈ ദിവസങ്ങളിലെ നമ്മൾ വാർത്തകൾ നോക്കിയാൽ തന്നെ മനുഷ്യൻ ക്രൂരന്മാരാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു. ഒട്ടേറെ വെല്ലുവിളികൾ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കും. മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഈ വിഷയങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളിൽ മാരാമൺ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇതിനായി മാരാമൺ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സന്ദേഹവും. ഈ ഒരു കാലത്തിനനുസരിച്ച് ദൈവവചനത്തിൽ പുഷ്ടിപ്പെടുത്തുന്ന ഒന്നായിരിക്കണം കൺവെൻഷൻ. മറ്റു കാര്യങ്ങളിലേക്ക് പറഞ്ഞു പോകാൻ അവരെല്ലാവരും ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്, ഈ ഒരു രക്ഷകനെ മാത്രമായിരിക്കണം കോൺസെൻട്രേഷൻ. ഇതാണ് പ്രതിവിധി. സഭയ്ക്ക് ഇത് മാത്രമുള്ള മരുന്ന്. അവിടെ കുറഞ്ഞു പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ നമുക്ക് കൂടെ വരുന്നത്. നമ്മുടെ കൂടെ തന്നെ വീടുകളിൽ പ്രാർത്ഥനയില്ല, പള്ളി ആരാധന, മക്കളില്ല. ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരു അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സ്ഥിതി എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മളോടൊപ്പം അഭിമന്യ തിരുമേനി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു.